നമസ്തേ. എൻ്റെ പേര് പി എന്ന് നിങ്ങൾക്ക് വിളിക്കാം. ആലപ്പുഴ ജില്ലയിൽ കൈനടി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹങ്ങൾ ഉള്ളതിനാലും രാമായണം, ഭാഗവതം, കരുമാത്ര ക്ഷേത്രത്തിലെ പുസ്തകം, ചക്ലത്തുകാവിലെ പുസ്തകങ്ങളൊക്കെ എഴുതി ആത്മീയതയിൽ കൂടെ സഞ്ചരിക്കുന്ന ഞാൻ ഇവിടുത്തെ മനുഷ്യ മനസ്സുകളുടെ മുന്നിൽ ഒരല്പം കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടൊക്കെ ജാതി കോമരങ്ങൾ ആടി അറിഞ്ഞു തുള്ളിയ കാലഘട്ടങ്ങളിൽ കൂടെ പോയപ്പോഴും ഇവിടെ പാവപ്പെട്ട ജനതയ്ക്ക് യാതൊരുവിധ തെളിവുകൾ ഉണ്ടായിട്ടും പല കൊലപാതകങ്ങളും പല സ്ത്രീകൾക്കു നേരെയുള്ള ആക്രമണങ്ങളും നടന്ന് ജന്മിമാരുടെ തേർവാഴ്ചകൾക്കിടയിലും നാമൊക്കെ ജീവിച്ചു പോകുന്നു. ഗംഗാതടത്തിലെ യാഗശാലയിൽ മിഴിയടച്ചിരുന്ന മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ടപ്പോഴും വരളുന്ന മണ്ണിന് ദാഹജലം നൽകുവാനായി ഉണർന്നിരുന്നവരാണ് നമ്മൾ ഭാരതീയർ. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്. എവിടെ തിരിഞ്ഞാലും കമ്പ്യൂട്ടർ യുഗം, മൊബൈൽ വാഴ്ചകൾ. ഈ മൊബൈൽ കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണത്തിലുപരി ദോഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയത പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്കൊന്നേ എൻ്റെ കൂട്ടുകാരോടും ഈ കേരളത്തിൽ താമസിക്കുന്ന സജ്ജനങ്ങളായ നാട്ടുകാരോടും പറയാനുള്ളത്, നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലഘട്ടങ്ങൾ വളരെയധികം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അണുകുടുംബങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. പണ്ടൊക്കെ 10-12 മക്കളെ പെറ്റ് വളർത്തി കൃഷിയിടങ്ങളിൽ പോയി വേലയെടുത്ത് കൊണ്ടുവന്ന് അവർക്ക് അങ്ങനത്തെ ഉപജീവനം കണ്ടെത്തി അവരെ പഠിപ്പിക്കാൻ മാർഗമില്ലെങ്കിലും 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടമായിരുന്നു. ഇന്ന് കേവലം അത് 2 കുട്ടികളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എന്താണ് കാര്യങ്ങൾ? സാമ്പത്തികമായി മുന്നോക്കമെന്ന് പറയുമ്പോഴും സാമ്പത്തികം ഇപ്പോഴും നമ്മൾ പിന്നോക്കം തന്നെയാണ്. കുമ്പിളിൽ കഞ്ഞി വിളമ്പുകയായൊന്ന് കുമ്പിട്ടിരിക്കണേ കോരന്മാരെ, പണ്ടത്തെ കഞ്ഞിയും പണ്ടത്തെ കുമ്പിളും പുതിയൊരു കോരനും തമ്പുരാനും. ഇന്ന് കുമ്പിളുമില്ല, കഞ്ഞിക്ക് പകരം ബിരിയാണിയാണ്. ഫാസ്റ്റ് ഫുഡ്, ഉദരരോഗങ്ങൾ പെരുകുന്നു. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും റേഷൻ കടകളിലും ബീവറേജിൽ നിൽക്കുന്നത് പോലെയുള്ള ആളുകളാണ് ഇന്ന് കാണുന്നത്. ഒരു വീട്ടിൽ നിന്ന് 4 പേരെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവത്തിൽ 3 പേർക്കെങ്കിലും രോഗങ്ങളുള്ളവരായി കാണുകയാണ്. എന്താണ് അതിൻ്റെ കാരണങ്ങൾ? വിഷമലിനമായ ആഹാരങ്ങൾ കഴിച്ചു,
തോട്ടിലെ പണ്ട് സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ പറഞ്ഞ ആയിഷ പോട്ടെ പാത്രം തിരികെ തരൂ എന്ന് പറയുന്നത് പോലെ തോട്ടിലെ നാറും വെള്ളത്തിലാണ് ഇന്ന് കുളിയും ജപവും. ആ വെള്ളമാണ് കുടിക്കുന്നതും. കുട്ടനാടൻ ജനതയെപ്പറ്റി പറഞ്ഞ് കുടിക്കാൻ അല്പം വെള്ളമില്ല, കുളിക്കാൻ വെള്ളമുണ്ട്, അലക്കാൻ വെള്ളമുണ്ട്, കുടിക്കാൻ വെള്ളമില്ല. ഞാൻ കാട് കയറി ചിന്തിക്കുകയല്ല. ഇന്ന് മനുഷ്യനെ തിരിച്ചറിയാതെ ആയിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പണ്ടൊക്കെ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ സന്ധ്യാസമയങ്ങളിൽ ഭക്തിയോട് നാമങ്ങൾ ഉച്ചരിക്കുന്ന പതിവ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. ഇന്നും ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇന്ന് എവിടെ ചെന്നാലാണ് ഈശ്വരനെ കാണുവാൻ എന്ന് കണക്കൂട്ടിയാണ് എല്ലാവരും ഓടി നടക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കുന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്, നമ്മൾ തന്നെയുണ്ട് ഈശ്വരൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ ഈശ്വരൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുകൂലമായ ഏത് സാഹചര്യങ്ങളും കൈക്കൊള്ളുകയാണ് ഈശ്വരൻ്റെ കടമ. ഈശ്വരനെ തേടി അലയുകയാണ്. അലഞ്ഞ് ലാസ്റ്റ് ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ കൈനോട്ടക്കാരുടെയോ ജ്യോതിഷന്മാരെ അകത്ത് നിന്ന് അകപ്പെടും. വേലെടുക്കുന്ന കാശ് മുഴുവൻ അവരുടെ ഉദരചൂർണത്തിനായിട്ട് ഉപയോഗിക്കും. ഈ പോകുന്നവരോ അർത്ഥ പട്ടിണിക്കാരായി പുറന്തള്ളപ്പെടുന്നു. ഇന്ന് ഒരു കുടുംബത്തിൽ 2 മക്കളും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പരസ്പരമായി ഒരു കാര്യങ്ങളും ആലോചിക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിനായിട്ട് മാത്രങ്ങൾ ചെയ്യുകയാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിലെന്ത് നടക്കുന്നു? കുട്ടികൾ പഠിക്കുന്നുണ്ടോ? അച്ഛൻ അമ്മ ഇവരെന്ത് ചെയ്തു? ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. അവർക്ക് അവരുടെ ലോകം. പല സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്തവൻ. ജാതി ഭേദം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടു കൂടി പോവുകയാണെങ്കിൽ ഏത് കുടുംബവും രക്ഷപ്പെടും. ഇവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള സാരോപദേശങ്ങളിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എത്രയോ നല്ല ഉപദേശങ്ങൾ. നാം ഏതെങ്കിലും അതിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇന്ന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ദൂർത്തടിക്കണം. ലാസ്റ്റ് രോഗിയായി കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ബാധിച്ച്, ക്യാൻസറും ബാധിച്ച് തീരാരോഗിയായി കിടക്കുന്ന രംഗത്തിലേക്ക് പോവുകയാണ് നാം. ഈശ്വര ചിന്ത കൂടാതെ ഈ യുഗത്തിൽ നമുക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇന്ന് വിഷങ്ങൾ ആണ് നമ്മൾ ഭക്ഷിക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതുമെല്ലാം. കുട്ടനാടിനെ പറ്റി പറയുകയാണെങ്കിൽ 75% ക്യാൻസർ രോഗികളാണ് ഇന്ന് കുട്ടനാട്ടിൽ ജീവിക്കുന്നത്. എന്താ കാര്യം? നാം കുടിക്കുന്നതും കുളിക്കുന്നതും കഴിക്കുന്നതും എല്ലാം വിഷരഹിതമായ കാര്യങ്ങളാണ്. ആത്മീയത വളരണമെങ്കിൽ ഭൗതികം വേണം. ഭൗതികം വളരണമെങ്കിൽ ജോലി വേണം. ഇതെല്ലാം ശരിയാണ്. ഇപ്പോൾ ആത്മീയതയില്ല, ഭൗതികം മാത്രം മതി. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇന്ന് ടി വി തുറന്നു നോക്കിയാൽ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും അങ്ങനെ പല പല വികൃതമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നു, ഒരു ഭാഗത്ത് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു, അടുത്ത കേസ് കെട്ട് വരുന്നു, ചാനലുകാർ ആ പറയെ പോകുന്നു. ഇന്ന് മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൊടുക്കാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നാം ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതുപോലെ മനസ്സിൽ ആക്കാതെ യാതൊരു പ്രവൃത്തികൾ എടുത്തു ചാടരുത്. നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉറച്ചതാണെന്ന് തീരുമാനമെടുത്ത ശേഷമേ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാവുള്ളൂ. ആത്മഹത്യകൾ വരുന്നു, പെരുകുന്നു. ഈ അടുത്തിടെ നമ്മൾ വായിച്ചതാണ്, കഷായം കൊടുത്തൊരു സ്നേഹിതനെ അല്ലെങ്കിൽ സ്നേഹിച്ചൊരു പുരുഷനെ കഷായം കൊടുത്തു, പല പ്രാവശ്യം കഷായം കൊടുത്തു ആ പയ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ലാസ്റ്റ് തൂക്കുകയറ് കെട്ടി. തൂക്കുമോ ഇല്ലയോ നമുക്കറിയാൻ മേല, തൂക്കുകയർ കിട്ടി. എന്നിട്ടും ആ കഷായം കൊടുത്ത ആ സ്ത്രീയുടെ മുഖത്ത് യാതൊരു കുറ്റബോധമില്ലാതെയാണ് നമ്മൾ കണ്ടത്. എവിടേക്ക് പോകുന്നു നമ്മൾ? സന്ധ്യാസമയങ്ങളിൽ, ദീപാരാധന സമയത്ത്, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ദൈവത്തെ വിളിക്കുന്ന കുടുംബങ്ങൾക്ക് എപ്പോഴും ഐശ്വര്യം തന്നെ ഉണ്ടാകും. നിങ്ങൾക്കെല്ലാം നല്ലത് വരുത്തട്ടെ എന്ന് ജഗദീശന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.